ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജുസ് കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ചിക്കൻ 555 റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിലുപരി നല്ല ടേസ്റ്റ് കൂടിയുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സോയാ സോസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ അങ്ങ് യോജിപ്പിച്ചിട്ട് എടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് നോക്കുക. ഇനി അതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കളർ ചേർക്കുന്നത്. അത് വെറും ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ ഒരു സമയം പച്ചമുളകും മല്ലിയിലൊക്കെ അരിയുന്ന സമയം കൊണ്ട് തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കിട്ടിക്കോളും. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്ന ശേഷം അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കാതിരിക്കും, പ്രത്യേകം നോക്കുക. അങ്ങനെ ഇതവിടെ ഒരു വശം ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതവിടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന് അയക്കണം, എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് 2 പച്ചമുളക് നീളക്കന അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില 1 ടീസ്പൂണൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബദാമാട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ ചെറിയൊരു മധുരവും എരിവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോയാ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ നട്ട്സ് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ 555 റെസിപ്പി. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.